വരുന്നുണ്ടല്ലോ. മക്കളെ, ഞാൻ അല്പം വൈകി, അതുകൊണ്ടാ ലേറ്റായത്. ദിനവൻ ചേട്ടാ, വേഗം വന്നിരിക്കൂ. നമുക്ക് ഉടനെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ചുട്ടന്റെ കയ്യിൽ നിന്നും ചുക്കിണി അണ്ണാനെ രക്ഷപ്പെടുത്തണം. ഓ ശരി ശരി. നല്ല ബുദ്ധി പ്രയോഗിച്ച് ചുക്കിണി അണ്ണാനെ നമുക്ക് ഉടൻ രക്ഷപ്പെടുത്താം. ബുദ്ധി കൊണ്ടൊന്നൊരു പ്രയോജനമില്ലെന്നേ. ശക്തിയാണ് വേണ്ടത്. ശക്തി ഉണ്ടെങ്കിൽ വേട്ടക്കാരനെ ഇടിച്ച് പപ്പടമാക്കാം. അണ്ണാരക്കണ്ണനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷമിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. രക്ഷപ്പെടാൻ പോംവഴികൾ കണ്ടെത്തണം. അതിന് ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ബുദ്ധി കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാക്കയുടെ കഥ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ ആ കഥയൊന്ന് കേൾക്കട്ടെ. കേൾക്കണോ? പണ്ടൊരിടത്ത് ഒരു കാക്കച്ചിയമ്മ ഉണ്ടായിരുന്നു. നല്ല വേനൽക്കാലം. ഒരു വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടിയലഞ്ഞു. ഒരു വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടിയലഞ്ഞു. ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കൈയിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കൈയിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പൂ. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പൂ. തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. ഉള്ളിൽ തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. പ്രതിസന്ധികൾ വന്നണയും സമയം തൻ ബുദ്ധിയും തന്ത്രവും ആയുധമാക്കൂ. തരണം ചെയ്തിടാം എന്നോതി ആ കാകൻ എങ്ങോ പറന്നു പോയി.